തീറ്റപ്പാറ്റം കണ്ടോ, കുടുംബ അരി അങ്ങനെയുള്ള സാധനം ഇത് നമ്മളെ കൂടുതൽ ലേസാണ്. ഇതുണ്ട് നമ്മളെ കോഴിക്കൂടിൻ്റെ പുറം ഭാഗത്ത് നമ്മളതുപോലെ കമ്പിവേൽ നെറ്റ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ചെറിയ 1 ഇഞ്ചിൻ്റെ വല കെട്ടിയിട്ടുണ്ട്. പാമ്പുകൾ വരാതിരിക്കാനും പുറത്തുനിന്ന് നായ്ക്കളൊക്കെ ശല്യങ്ങളില്ലാതിരിക്കാനും ഒക്കെയാണ്. അപ്പോൾ ഇതാ പുറത്ത് നമ്മളിതാ കുക്കുംബർ വെച്ചിട്ടുണ്ട്. പുറം ഭാഗത്ത് ഇതേപോലെ കുക്കുംബർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുണ്ടാവുന്നു അതൊക്കെ എവിടുന്ന് വയ്ക്കാം. പുറത്തിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കുംബർ. ഈ കുക്കുംബറൊക്കെ നമ്മളെന്തായാലും ഈ ഒരു കോഴിക്കൂടും പച്ചക്കറിയും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദാ ഈ ഭാഗത്ത് നമ്മൾ കുക്കുംബർ വെച്ചിട്ടുള്ളത്. ഇവിടെ തന്നെ കണ്ട ഇതാണ് നമ്മൾ കോഴിക്കൂടിൻ്റെ ഉള്ളതാണ്. അവിടെ തന്നെ നമ്മൾ ഐറ്റം തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോഴികളെ കൂടുതലാക്കി ഉണ്ടാക്കാൻ പറ്റും. മേൽഭാഗത്ത് നമ്മൾ ഇതേപോലത്തെ 4x4 നെറ്റ് ഉണ്ട് കേട്ടോ. കൂടിൻ്റെ അകത്ത് നമ്മളിതേപോലെ നെറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ പച്ചക്കറിയുടെ വേറെ കൃഷി നടക്കുന്നുണ്ട്. ഇതിൽ കുക്കുംബറുണ്ട്, കുരുമുളകുണ്ട്, അതുപോലെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്, തക്കാളി ഉണ്ട്, അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, വഴുതനുണ്ട്, മിൽക്ക് ഫ്രൂട്ട് ഉണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഇപ്പം നമ്മൾ കോഴിക്കോട് ഇതേപോലെ അങ്ങനെ വളച്ച് വെച്ചിട്ടാണ്. നമ്മളെ കോഴിക്കുട്ടികൾക്ക് രാവിലെ കൊടുത്ത പൂളക്കേങ്ങൊക്കെ തീരുമാനമാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല വെള്ളം വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതേപോലെ അവർക്ക് കുറച്ച് തീറ്റ കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ തിന്നോട്ടെ. അവിടെയൊക്കെ ഇതാ ഗ്രോവർ, ഗോതമ്പ്, അതേപോലെ പിന്നെന്താ തേങ്ങ പിണ്ണാക്ക്, പ്രാവുകൾക്ക് കൊടുക്കുന്ന മിക്സർ തീറ്റ, ഇതൊക്കെ ഉണ്ട് ഇതിലുള്ളത്. ഉണ്ടോ, രാവിലെ നമ്മളിതിൽ വെള്ളം വെച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ ഏകദേശം ഇവർക്ക് മരുന്നും കൊടുത്തായിരുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തണുപ്പ് കാലല്ലേ, അപ്പോൾ വല്ലാതെ അസുഖം പെട്ടെന്ന് കയറി വരണ്ടാച്ചിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 10 ml എന്നുള്ള രീതിയിൽ എന്താ പറയുക എണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അത് ഏകദേശം തീർന്നുണ്ട്. ഇനി നമ്മൾ നല്ല പച്ച വെള്ളമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം എന്തിനടുത്ത് അടുക്കണ്ടേ, ഞാൻ ഏതായിരുന്നു അടുക്കണ്ട ആഴ്ച അതിൻ്റെ ഉള്ളിൽ കയറൂല. അപ്പം എടുത്തിട്ട് എന്തായൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. ഇനി ഒന്ന് കണ്ടോ, അവിടെ നോട്ടെ. അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്താ ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മളെ കോഴിക്കോട് ഇവിടെ കള്ളി വെച്ചായിരുന്നു. ഇതിൽ നമ്മളൊരു കള്ളി ഉണ്ടായിരുന്നു ഒരു കൂട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളെന്തായാലും പൊളിച്ചിട്ടുണ്ട്. ഇതങ്ങനെ ഇവിടെ മൊത്തത്തിൽ നമ്മളങ്ങനെ ആക്കിയതാണ്. ഇവിടെ കോഴിക്കുട്ടികൾ നമ്മളില്ല ഇവിടെ കോഴിക്കുട്ടികളാക്കുന്നത്. താറാവിൻ്റെ കൂടെ നമ്മൾ നിലവിൽ ഇവിടെ ഉള്ളോട്ടൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊന്നുകൂടിയും കൂടുതലായിട്ടൊന്ന് ഉഷാറാക്കിയിട്ടുണ്ട്. താറാവ് ഒന്ന് അതുപോലെ തന്നെ താറാവ് ഒരെണ്ണം അവിടെ പുറത്ത് മുട്ടിട്ടുകൊണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഏതെങ്കിലും ഒന്ന് മുട്ടാതെ വെയിലുണ്ടാവും. അപ്പോൾ അവരെ പാത്രം ഇതേപോലെ തീറ്റപ്പാറ്റം കണ്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ പൂളക്കേങ്ങ്, അതേപോലെ മുട്ടത്തോട്, അതേപോലെ ഗോതമ്പ്, അരി അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിലെ വേസ്റ്റ് അതൊക്കെ പല കൂടുതലാണ് എടുക്കുന്നത്. നമുക്കൊരു നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കൂടുതൽ ലേസാണ് നീട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയും നമ്മൾ ഇതേപോലെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഇതേപോലെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ആ ഭാഗത്ത് ഉണ്ടാവും. അവിടെ വേറൊരു കല്ല് കൂടി ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മളെ മയിലും കുട്ടിയും അതേപോലെ തള്ളയൊക്കെ പടം നിൽക്കുന്നത് ആ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ബാച്ച് ആക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ ഇപ്പോൾ നമ്മൾ തീറ്റക്കുള്ള ഒരു സെറ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മളെ ഫാരിസൊക്കെ ഉണ്ടോ ഫുള്ള് സെറ്റ് ഓടി വരുന്നുണ്ട്. ആ കോഴികളാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളെ പരിപാടിയാണ്. അപ്പോൾ നമ്മളെ ലെയർ മാഷും
ലെയർ മാഷ്, മൂന്നിലൊരു ഭാഗം ലെയർ മാഷ്, ഗോതമ്പ്, അരി, അതേപോലെ തേങ്ങാ പൊണ്ണാക്ക്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതിനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നേരം നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ടോ, പൂളക്കിഴങ്ങ് ഒരു നേരം ഒരു നേരം ഈ തീറ്റയും കൊടുക്കും. കുറച്ച് നമ്മൾ ഉള്ളിൽ കയറി കഴിച്ചായിരിക്കുള്ള സംവിധാനമുണ്ട്. പക്ഷേ നമ്മളെ താറാവുകൾക്ക് വെള്ളം വെച്ചു. ഇതെന്താ മുതല് പൊന്നും കട്ടയുണ്ടോ, പൊന്നും കട്ടണ്ടാ ബ്ലാക്ക് സോൾജർ ഫ്ലൈ. അപ്പോൾ ഇതുപോലെ അല്ലറ ചില്ലറ പരിപാടിയാണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കേ.